മനുഷ്യന് തന്നോട് സ്നേഹമില്ല, എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ അമ്പലത്തിൽ വന്നതും ഭജന ഇരുന്നതും എന്നൊക്കെ ആ ഭക്തജനങ്ങളോട് പറയുകയാണ്. അവരിത് കേൾക്കുമ്പോൾ പറയുകയാണ്, എന്നാൽ മോൾ ഇവിടെ ഇരുന്ന് ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തോ, നട അടച്ചല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പൂജാരിയാണെങ്കിൽ വന്നിട്ട് ദേവാലയം കണ്ടിട്ട് എന്തോ ദേവിക്ക് കൂടുതൽ പ്രിയപ്പെട്ട ആളാണെന്നൊക്കെ തോന്നിയിട്ട് പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നട തുറക്കും, അപ്പോൾ പോയിട്ട് അവിടെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചോളൂ, എന്നാൽ ഞാൻ പോട്ടെ കൊണ്ട് പോവുകയാണ്. ഒപ്പം ആ ഭക്തജനങ്ങളും പോവുകയാണ്. അതേസമയം ദേവപാല അവിടെ തന്നെ ഇരുന്ന് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ദേവപാല അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് നടന്ന് വീട്ടിലേക്കായിട്ടൊക്കെ പോവുകയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു വഴി എത്തുമ്പോഴേക്കും ദേവപാലയെ ആദ്യം ശ്രദ്ധിച്ചിരുന്ന ആ അപരിചിതൻ ദേവപാലയെ ഫോളോ ചെയ്ത് പുറകെ പോവുകയാണ്. അഭിഷേകിന് എന്നോട് സ്നേഹം തോന്നണേ ഭഗവതി, അതിനുള്ള എന്തെങ്കിലും വഴി കാണിച്ചു തരണേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ദേവപാലൻ നടന്നു പോകുന്നു. ഒപ്പം അപരിചിതൻ പുറകെയും വരുന്നുണ്ട്. പെട്ടെന്ന് ഒരിടത്ത് എത്തിക്കഴിയുമ്പോൾ ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നല്ല താലിമാല എന്ന് പറഞ്ഞ് വേഗം തന്നെ ആ താലിമാല പൊട്ടിച്ചിട്ട് ഓടുകയാണ്. ദേവപാലയാണെങ്കിൽ പുറകെ, അയ്യോ എൻ്റെ താലിമാല ഇങ്ങ് എടാ കള്ളൻ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് എല്ലാവരെയും അറിയിച്ച് റോട്ടിലൂടെ പുറകെ ഓടുകയാണ് ആ കള്ളൻ്റെ. അങ്ങനെ ഒരുപാട് ദൂരം ഓടിക്കഴിയുമ്പോൾ കുറച്ച് പേര് സഹായിക്കാനായിട്ട് കുറച്ച് കാരും ഒപ്പം കൂടുന്നുണ്ട് സഹായിക്കാനായിട്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എത്ര പവൻ്റെ മാലയാണ്, സ്വർണ്ണമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ താലിമല എന്ന് മാത്രം പറഞ്ഞ് അതൊന്നും ശ്രദ്ധിക്കാതെ ദേവപാല തൻ്റെ സർവ്വ ശക്തിയും ഉപയോഗിച്ച് പുറകെ ഓടുകയാണ്. പുറകെ ഓടി വന്ന ചെറുപ്പക്കാരെല്ലാം നിന്നു പോയിട്ടും തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ദേവപാല താലിമാലയ്ക്ക് വേണ്ടി ആ കള്ളൻ്റെ പുറകെ തന്നെ ഓടുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇഷയും കാർ ഓടിച്ച് അതേ വഴിയിൽ തന്നെ വരുന്നു. കള്ളൻ്റെ നേരെ ഇഷയുടെ കാറ് വന്ന് പതുക്കെ ഒന്ന് മുട്ടുകയാണ്. കള്ളൻ വീഴുന്നു. അപ്പോൾ തന്നെ ദേവപാല ഓടി വന്ന് അയാളെ നല്ല അടി അടിക്കുന്നുണ്ട്. എടാ കള്ള എൻ്റെ മാല ഇങ്ങോട്ട് എൻ്റെ താലിമാല ഇങ്ങ് താന്ന് പറഞ്ഞ് അയാളെ ആഞ്ഞ് അടിക്കുന്നുണ്ട്. എന്നാൽ ദേവപാല ഉന്തി മാറ്റിയിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അപ്പോഴും ദേവപാല തൻ്റെ മാല, അയ്യോ എൻ്റെ മാലയും കൊണ്ട് പോയി അയാൾ എടാ ഇങ്ങ് താന്ന് പറഞ്ഞ് പുറകെ ഓടാൻ പോകുമ്പോഴേക്കും ഇഷ വന്നിട്ട് ഇഷയ്ക്ക് മനസ്സിലാവുന്നു, അതായത് ദേവപാലയുടെ താലിമാല നഷ്ടപ്പെട്ടിട്ടാണ് ഈ പുറകെ ഓടുന്നത്. പെട്ടെന്ന് ഇഷ നോക്കുമ്പോൾ ഇഷയുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റിന്മേൽ ഉടക്കി ആ മാല, അതായത് താലിമാല അവിടെ കിടക്കുന്നത് കാണുമ്പോൾ ഇഷ പറയുകയാണ്, ഒന്ന് നിൽക്കുതേ, നിങ്ങളുടെ മാല ഇതല്ലേ എന്ന് പറഞ്ഞ് വേഗം കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ദേവപാലയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു. നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ മാല തിരിച്ചിട്ട്, ഇതെൻ്റെ ജീവനാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഇതെൻ്റെ താലിമാലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുകയാണ്. അപ്പം അത്രയ്ക്ക് വികാരഭരിതമായിട്ട് അങ്ങനെ ദേവപാല പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇഷ അങ്ങനെ കേട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ നല്ല ഭാഗ്യമുണ്ട്, അനുഗ്രഹവും ഭാഗ്യവും എല്ലാം ഒത്തുചേർന്ന കുടുംബബന്ധമായിരിക്കണം നിങ്ങളുടേത്. നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയ ആൾക്കും അതനുസരിച്ച് അത്ര മഹത്വമുള്ള ആൾ തന്നെയായിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഈ താലിമാല നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. എന്തായാലും നിങ്ങളുടെ ബന്ധം ആർജിക്കാനുള്ളതും കരുത്തുറ്റതുമൊക്കെ ആകണം. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തായാലും അതിന് നിമിത്തമാകാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും നിങ്ങളുടെ വാക്കുകൾ കിട്ടി എനിക്ക് ഒരുപാട് ആശ്വാസമായി. സത്യത്തിൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ദേവിയുടെ അമ്പലത്തിൽ പോയതും അവിടെ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെയാണ് വന്നത്. അപ്പോഴും എനിക്കൊരു ആശ്വാസമൊന്നും ശരിക്കും കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഭഗവതി വന്ന് നിങ്ങളുടെ നാവിൽ വിളയാടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് പറയാനുള്ളത്, എനിക്ക് ആശ്വാസം പകരാനുള്ള വാക്കുകളാണ് നിങ്ങളിൽ നിന്നും പുറത്തു വന്നത്. എന്തായാലും ഭഗവതി അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഒപ്പം എന്നൊക്കെ ചോദിച്ചിട്ട് അവരവിടെ നിന്ന് പിരിയുകയാണ്. ഒപ്പം ചോദിക്കുന്നു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇഷ എന്ന് പറയുകയാണ്. അങ്ങനെ ഇഷ അവിടെ നിന്ന് യാത്രയാകുന്നു. അതേസമയം അഭിഷേകും സോഹനും കൂടി നമ്മുടെ ദേവപാല അന്വേഷിച്ചിറങ്ങിയിട്ട് കാണുന്നില്ല. ദേവപാല അത്ര നേരം ഇട്ടെന്ന് വെച്ചാൽ ആ അമ്പലത്തിൽ ചെന്ന് നോക്കുന്നുണ്ട്, പക്ഷെ അവിടെയും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അഭിഷേകിൻ്റെ ബുള്ളറ്റ് കണ്ടിട്ട് അതുവഴി യാത്ര ചെയ്യുന്ന ഇഷ അവിടെ കാറ് നിർത്തി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളെന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങളിവിടെ ഈ അമ്പലത്തിൽ വന്നതാണ്, അതായത് സോഹൻ്റെ അമ്മ ഒരു വഴിപാട് കഴിച്ചിരുന്നു, അതിൻ്റെ പ്രസാദം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ പ്രസാദം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടിയില്ല, അപ്പോഴേക്കും നട പൂട്ടിപ്പോയി എന്നൊക്കെ പറയുകയാണ്. എന്തായാലും കൊള്ളാം, നിങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണല്ലേ, നമുക്ക് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഒപ്പം പറയുന്നുണ്ട്, എനിക്കിന്നൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റി. ഒരു പെൺകുട്ടിയുടെ താലിമാല നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്കത് ഹെൽപ്പ് ചെയ്യാനും തിരിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു. ഒരു കള്ളൻ കട്ടുകൊണ്ട് പോയതായിരുന്നു, എനിക്കതിനൊരു സഹായമാകാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം തന്നെ പോവുകയാണ്. അതേസമയം നമ്മുടെ ദേവപാല തിരിച്ച് നടന്നു പോകുമ്പോൾ അഭിഷേകിൻ്റെ അയൽവാസിയെ കാണുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ദേവപാല എന്നും, എവിടെയാണ് താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അഭിഷേകിൻ്റെ വീട്ടിലാണ്, അഭിഷേകിനെ എനിക്കറിയാൻ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അഭിഷേകിൻ്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യയാണെന്നും പറയുന്നു. ശേഷം ദേവപാല തിരിച്ച് അഭിഷേകിൻ്റെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ അച്ഛന് കാണുമ്പോൾ സമാധാനമാകുന്നു. മോൾ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിൽ പോയതാണെന്ന് പറയുന്നു. താലിമാല മോഷ്ടിച്ചതും ഇഷ രക്ഷിച്ച കാര്യമൊക്കെ പറയുന്നു. അത് കേട്ട് അബിയുടെ അമ്മ ഞെട്ടുകയാണ് ഇഷ എന്ന പേര് കേട്ട്.